അയ്യോ മോളെ ചൈത്രേ. ബോധം മറിഞ്ഞു വീണ ചൈത്രയെ പെട്ടെന്ന് തന്നെ അനിത പിറകിൽ നിന്ന് പിടിച്ചു താങ്ങി. അപ്പോഴേക്കും അവിടെ കൂടിയ ഒന്ന് രണ്ട് പേരും അവിടെ എത്തിയിരുന്നു. നിലത്ത് വീണ കണ്ണുകൾ മലക്കം മറിഞ്ഞു, കൈകൾ ചുരുട്ടിക്കിടന്ന് പിടഞ്ഞു. ചൈത്രയുടെ വായിൽ നിന്ന് നുരയും പതയും വരുന്നത് കണ്ടതും അനിത ഞെട്ടിപ്പോയി. അവൾ വേഗം തന്റെ ഹാൻഡ് ബാഗിൽ പരതി വീടിന്റെ താക്കോൽക്കൂട്ടം എടുത്തു. അത് വേഗം ചൈത്രയുടെ ചുരുട്ടിപ്പിടിച്ച കൈകളിലേക്ക് ബലമായി വെച്ചുകൊടുത്തു. ഒന്നുമില്ല മോളെ. ചൈത്രയെ തന്റെ മടിയിലേക്ക് മുറുകെ പിടിച്ച് ആശ്വസിപ്പിച്ചു അനിത. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും ചൈത്ര ഒന്ന് ശാന്തമായി. ശരീരത്തിന്റെ പിടപ്പ് മാറി അവൾ ബോധരഹിതയായി കിടന്നു. അനിതയുടെ കണ്ണ് നിറഞ്ഞുപോയി. മടിയിൽ കിടക്കുന്ന ചൈത്രയെ അവൾ വാരി പുണർന്നു. എന്തു പറ്റി സാർ? നെഞ്ചിൽ കൈവച്ച് വെപ്രാളത്തോടെ കാറിന്റെ വിൻഡോ വഴി പുറത്തേക്ക് നോക്കുന്നവനെ കണ്ട് ഡ്രൈവർ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. പിടയ്ക്കുന്ന തന്റെ നെഞ്ചിൽ ഒന്ന് തടവി അവൻ പറഞ്ഞു. അപ്പോഴും നിറഞ്ഞ മിഴികൾ അവൻ ആ വഴികളിൽ ഒന്ന് പരതി. തനിക്ക് പ്രിയപ്പെട്ടതെന്തോ തപ്പുന്നത് പോലെ. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ഫോർ ഫ്യൂ മോർ മിനിറ്റ്സ് ടിൽ ഹർ പെയിൻ ഡോണ്ട് ഡിക്രീസ്. വി വിൽ പ്രിപ്പയർ ഫോർ ദി ഓപ്പറേഷൻ. ടെൽ മിസ്റ്റർ അജിത് ടു പ്രിപ്പയർ ദി കാഷ്വാലിറ്റീസ് ആൻഡ്. റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വൈഭവ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹോസ്പിറ്റൽ എമർജൻസിയെ പറ്റി മറ്റോ ആണ് അവന്റെ സംസാരം. ഇങ്ങർക്ക് ഏതു നേരവും ഓപ്പറേഷനും ഹോസ്പിറ്റലും പിന്നെ കുറേ പെണ്ണുങ്ങളും ഉള്ളോ? ബാക്കി പുറത്ത് നടക്കുന്നത് എന്താണെന്ന് ഒരു ചിന്തയുമില്ലെന്ന് തോന്നുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വൈഭവിനെ നോക്കി കട്ടിൽ ശമ്പളക്കുടുക്ക ഇട്ടിരിക്കുന്ന ശിവ പിറുപിറുത്തു. ആദിക്കും അപ്പുവിനും ആരതിക്കുമൊപ്പം ഇരുന്നപ്പോഴാണ് സംസാരിക്കണം എന്ന് പറഞ്ഞ് വൈഭവ് അവളെ മുറിയിലേക്ക് വിളിപ്പിച്ചത്. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഇത് കുറേ നേരമായല്ലോ. ഇങ്ങേര് ഫോണിൽ സംസാരിക്കുന്നത് കാണാനാണോ എന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചേ? ഇരുന്ന് മുഷിഞ്ഞ ശിവ ദേഷ്യത്തിൽ പിറുപിറുത്തു. ഫോൺ വിളിച്ചുകൊണ്ട് കബോർഡിലെ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന വൈഭവ് അവളെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കയറ്റിപ്പിടിച്ച മുഖവുമായി പിറുപിറുത്തു കൊണ്ടിരിക്കുന്ന പെണ്ണിനെ കണ്ട് അവന്റെ ചൊടിയിൽ ഒരു ചിരിയുണ്ടായി. ഇന്ന് രാവിലെ താൻ വല്ല പടക്കവും പൊട്ടിച്ചോ? പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് വൈഭവ് ചോദിച്ചു. അതപ്പോൾ കേട്ടോ? ശിവ കണ്ണുമിഴിച്ച് കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. കേട്ടില്ല, പക്ഷെ കണ്ടു. കണ്ടെന്ന് വെച്ചാൽ എല്ലാം കണ്ടു. ഒന്ന് തിരിഞ്ഞു ചാരി നിന്ന് കൈകൾ മാറോട് ചേർത്ത് കെട്ടി ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞതും ശിവ ഒന്ന് ഉമിനീരിറക്കി. അപ്പോ എന്തൊക്കെയാ കണ്ടേ? അവളൊരു പതർച്ചയോടെ ചോദിച്ചു. അത് ഞാൻ ഒന്ന് ഉറക്കമിട്ടപ്പോൾ കണ്ടത് ആ അഞ്ജലി പതിയെ മുറിയിൽ കയറി എനിക്കടുത്തേക്ക് വരുന്നതാ. അവൾ എവിടെ വരെ പോകുമെന്ന് കരുതി പതിയെ കണ്ണടച്ചു കിടന്നതാ. അപ്പോഴ ആ പുന്നാര മോൾ അവളുടെ മുഖം എന്നിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവന്നത്. എനിക്ക് എരിഞ്ഞു കയറി വന്ന കലിപ്പിന് ആ പിശാചിനെ കാലുമടക്കി തൊഴിക്കാൻ ഓങ്ങിയതാ. അപ്പോഴല്ലേ അവളെ വട്ടം പിടിച്ച് നീ മുറുക്കി പുറത്തേക്ക് വലിച്ചിടുന്നതും 4 ഡയലോഗ് അടിച്ച് അവളുടെ കരണം പോക്കുന്നതുമൊക്കെ കണ്ടത്. ഞാൻ കുറേ ഓങ്ങിവെച്ച അടിയാ നീ കൊടുത്തേ. അപ്പോൾ പിന്നെ നിന്നെ കൈയോടെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ. അവളെ തന്നെ നോക്കി ചിരിയോടെ വൈഭവ് പറഞ്ഞു നിർത്തി. ഓഹ് ഭാഗ്യം. അപ്പോൾ പിന്നെ ബാക്കി നടന്നതൊന്നും ഓർമ്മയില്ലായിരിക്കും. ശിവ നെഞ്ചിൽ കൈവച്ച് മനസ്സിൽ പറഞ്ഞ് ആശ്വസിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഉറങ്ങിപ്പോയി കാണും അല്ലേ? അപ്പോൾ അവളെ തല്ലിയത് അപ്രീഷിയേറ്റ് ചെയ്യാനാണ് ഇപ്പോൾ എന്നെ വിളിച്ചത് അല്ലേ? നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഫോർമാലിറ്റി വേണോ ഡോക്ടറെ? നിങ്ങൾ താങ്ക്സ് ഒന്നും പറയണ്ട. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? എന്നാ ശരി, ഞാൻ താഴേക്ക് ചെല്ലട്ടെ. അമ്മ എന്നെ തിരക്കും. അവന്റെ മുമ്പിൽ നിന്ന് ഉരുണ്ടു പിടിച്ച് അത്രയും പറഞ്ഞ് ശിവ അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ ഓടിയതും. അല്ല, എൻ്റെ ഫ്രണ്ട് അങ്ങനെ പോയാലോ? വൈഭവ് അവളെ കയ്യിൽ പിറകിൽ നിന്ന് പിടിച്ചു അവന്റെ മുൻപിലേക്ക് വലിച്ചു നിർത്തി. നിന്റെ അടി കഴിഞ്ഞ് ഞാൻ പിന്നെ ഉറങ്ങിപ്പോയെന്ന് തന്നോട് ആരാ പറഞ്ഞേ? പിരിയം ഒന്ന് പൊക്കി കുസൃതിയോടെ അവൻ ചോദിച്ചതും പെണ്ണ് ഉണ്ട കണ്ണ് തുറച്ച് അവനെ നോക്കി. അപ്പോൾ പെട്ടു. എൻ്റെ മഹാദേവ, ഈ കാലൻ കിടന്നുറങ്ങുമായിരുന്നു എന്ന് കരുതി ഞാൻ കാട്ടുകൂട്ടിയതൊക്കെ ഇങ്ങേര് കണ്ടല്ലോ. ശിവ മനസ്സിൽ നല്ലതുപോലെ സ്മരിക്കാൻ തുടങ്ങി. അത് ഡോക്ടറെ ഞാൻ. ശിവ തപ്പിത്തടഞ്ഞു പറഞ്ഞുകൊണ്ട് പിറകിലേക്ക് നടക്കാൻ തുടങ്ങി. അവളുടെ ഈ പതറിച്ച് ആസ്വദിച്ചുകൊണ്ട് അവനും ഓരോ അടി മുന്നിലേക്ക് വെച്ചു. ഒടുവിൽ അവൾ ഭിത്തിയിൽ ചെന്ന് പുറമിടിച്ചു നിന്നു. ബാക്കി പിന്നെ എന്താ ഞാൻ കണ്ടതെന്ന് പറയട്ടെ? അവൾക്ക് ഇരുവശവും കൈകൊത്തി നിന്ന് അവളെ ലോക്ക് ചെയ്ത് നേർത്ത സ്വരത്തിൽ വൈഭവ് പറഞ്ഞതും ശിവ ഉമിനീരിറക്കി. പറയട്ടെ? അവൻ വീണ്ടും ചോദിച്ചതും അവൾ അറിയാതെ തന്നെ തല താഴേക്കും മേലേക്കും മാറ്റി. അഞ്ജലിക്ക് മുൻപിൽ കലിപ്പോടെ കതക് കൊട്ടി അടച്ച് ശിവ തിരിഞ്ഞു നോക്കി. ഓ കടുവ, കിടന്നുറങ്ങുന്ന ഉറക്കം കണ്ടോ? ഇവിടെ ഇത്രയും വലിയ സംഭവം നടന്നിട്ട് ഇങ്ങേരെ അറിഞ്ഞില്ല. ഉറങ്ങിക്കിടക്കുന്ന വൈഭവിനെ നോക്കി ദേഷ്യത്തിൽ പിറുപിറുത്തു അവൾ. അല്ല, അതെങ്ങനെയാ? 1 2 ഇന്നലെ കുടിച്ചു കയറ്റിയത്. പഴയ കാമുകിയുടെ കഥ പറഞ്ഞ് ദേവദാസ് കളിച്ച് ബോധമില്ലാതെ കിടക്കുക കാലൻ. ഒരൊറ്റ ചവിട്ട് കൊടുക്കാനാ തോന്നുന്നേ. ശിവ ഉള്ളിലെ അരിശം തീരും പോലെ കൈയും കാലുമൊക്കെ പൊക്കി അവനെ പതിയെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും വൈഭവ് കണ്ണുകൾ തുറക്കാതെ ചുണ്ടിലെ ചിരിയോടെ ഉറങ്ങുമായിരുന്നു. അവന്റെ ചിരി കണ്ടതും ശിവ അതിലേക്കൊന്ന് നോക്കി. അവൻ കിടക്കുന്നതിന് മുൻപായി മുട്ടുകുത്തി അവന്റെ മുഖത്തേക്ക് നോക്കി.
കുറ്റിത്താടിക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന അവൻ്റെ നുണക്കുഴിയിൽ പതിയെ വിരൽ കൊണ്ട് തൊട്ടു. അവൻ ചെറുതായൊന്ന് കുറുങ്ങി. എന്താ ആ ഒളിഞ്ഞു കിടക്കുന്ന നുണക്കഴി കാണാൻ? പിന്നെ എങ്ങനെയാ മാഷേ പെമ്പിള്ളേർ വാല് പോലെ നിങ്ങളുടെ പിന്നിൽ നിന്ന് മാറാത്തെ? നിങ്ങൾക്ക് ഒടുക്കത്തെ ഗ്ലാമറാ മനുഷ്യ. അവനെ ഒട്ടും നോവിക്കാതെ അവൻ്റെ നുണക്കഴിയിൽ ഒന്നുകൂടി വിരലമർത്തി കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശിവ. പിന്നെ പതിയെ എഴുന്നേറ്റ് അവനെ ഉണർത്താതെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ പോയെന്ന് കണ്ടതും വൈഭവ് കണ്ണുകൾ തുറന്നു. അവൻ്റെ പൂച്ച കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു അപ്പോൾ. വാവ്, തൃപ്തിയായി. അപ്പോൾ ഉറങ്ങിക്കിടക്കുമായിരുന്നില്ല അല്ലേ? അവളൊരു വളിച്ച ചിരിയോടെ ചോദിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് തല അല്ലെന്നാട്ടി. അല്ല, അത് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ. അവിടെ അത്രയും ഉണ്ടായിട്ട് നിങ്ങൾ അനങ്ങാത്ത കലിപ്പിൽ അറിയാതെ ഞാൻ ചുമ്മാ പറഞ്ഞതാ, ശിവ ഒരു ചമ്മലോടെ പറഞ്ഞു. ഏയ് പോൾ, അതിന് താൻ ഇത്ര ചമ്മണ്ട. ഞാനിപ്പോൾ ഇത് നിന്നോട് പറഞ്ഞത് അതിനൊന്നുമല്ല. അവളിൽ നിന്ന് അകന്നു നിന്ന് അവൻ പറഞ്ഞതും അവൾ മനസ്സിലാവാതെ അവനെ നോക്കി. തനിക്കിപ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ് എന്താണെന്ന് നിനക്കറിയോ? ഇറ്റ്സ് കാൾഡ് ഇൻഫാച്വേഷൻ, അത്രയുള്ളൂ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നീ രാവിലെ കാണിച്ചത്. തൻ്റേതെന്ന് തോന്നി തുടങ്ങിയത് മറ്റൊരാൾ സ്വന്തമാക്കും എന്നോർത്തപ്പോൾ വന്ന തികച്ചും സ്വാഭാവികമായ റിയാക്ഷൻ. പക്ഷേ അതിൽ കൂടുതലായി എന്തെങ്കിലും തൻ്റെ മനസ്സിൽ പൊട്ടിമുളയ്ക്കുകയാണെങ്കിൽ അതങ്ങ് ആദ്യമേ അങ്ങ് മാറ്റി വെച്ചേക്ക് താൻ. നിനക്കറിയാമല്ലോ, ദാറ്റ് ഐ ഹേറ്റ് ദീസ് സ്റ്റുപ്പിഡ് സില്ലി റൊമാൻസ്. സോ ജസ്റ്റ് ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ്. മുമ്പിൽ കണ്ണു മെഴിച്ച് നിൽക്കുന്നവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു ഒരു ടർക്കിയും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. അല്ല, ഞാൻ അയാളെ വായി നോക്കി എന്നല്ലേ അങ്ങേരിപ്പോൾ നൈസായിട്ട് എൻ്റെ മുഖത്ത് നോക്കി ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് പോയേ? വൈഭവ് പോയ പുറകെ വെളിവ് വന്ന പോലെ ശിവ അമ്പരപ്പോടെ പറഞ്ഞു. പിന്നെ സൈറ്റ് അടിക്കാൻ പറ്റിയ മുതൽ കൃഷ്ണനെ പോലെ 10-12,000 പെണ്ണുങ്ങളുമായിട്ട് നടക്കുന്ന മനുഷ്യനാ. എന്നിട്ട് ഞാൻ അങ്ങേരെ വായി നോക്കി പോലും. കാണിച്ചു കൊടുക്കാൻ ഞാൻ അങ്ങേർക്ക് വരട്ടെ. മുഖം കൂർപ്പിച്ച് പിറുപിറുത്തുകൊണ്ട് ദേഷ്യത്തിൽ ശിവ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയതും അവൾ ഒരാളുമായി കൂട്ടിയിടിച്ചതും ഒരുമിച്ചാകും. ആവു, ശിവ വേദനയോടെ തല തിരിഞ്ഞു. എൻ്റെ പൊന്നു പെങ്ങളൂട്ടിയെ, നീ ഇങ്ങനെ എന്തിനാടി ഇങ്ങനെ പാഞ്ഞു നടന്ന് മനുഷ്യനെ ഇടിക്കുന്നേ? നെറ്റ് തിരുമ്മിക്കൊണ്ട് അവൻ കളിയോടെ ശിവയോട് ചോദിച്ചതും മുന്നിൽ നിൽക്കുന്ന ആളെ അവളൊന്ന് നോക്കി. താൻ ഇന്നേവരെ കാണാത്ത ആ മുഖത്തിൻ്റെ ഉടമയെ അവൾ മനസ്സിലാവാതെ അടിമുടി നോക്കി. എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലാവും? അതിന് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അവൻ ചിരിയോടെ വീണ്ടും ചോദിച്ചതും അവളൊന്ന് വിളറി നിന്നു. വല്യേട്ടാ. പെട്ടെന്ന് അപ്പുവിൻ്റെ വിളിയിൽ അവരിരുവരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. ശിവയുടെ മുന്നിൽ നിൽക്കുന്നവനെ കണ്ടതും അപ്പു ഓടി വന്നവൻ്റെ ദേഹത്തേക്ക് ചാടി കയറി. എവിടെയായിരുന്നു ഏട്ടാ? എന്താ ഇതുവരെ തിരികെ വരാതിരുന്നേ? ഞാൻ എത്ര മിസ് ചെയ്തുവെന്ന് അറിയോ? അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണു നിറച്ച് അപ്പു പറഞ്ഞതും അവനൊരു ചിരിയോടെ അവളെ തലോടി. അനിരുദ്രേട്ടൻ, അപ്പുവിൻ്റെയും ആദിയുടെയും ഡോക്ടറുടെയും ഒക്കെ വല്യേട്ടൻ. അപ്പോഴാണ് ആളെ മനസ്സിലായതുപോലെ ശിവ മനസ്സിൽ പറഞ്ഞത്. എന്താ എൻ്റെ പുതിയ അനിയത്തിക്കുട്ടി ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? ഞാൻ കല്യാണത്തിന് വരാതിരുന്നതിൻ്റെ കലിപ്പിലാണോ? മിഴിച്ചു നിൽക്കുന്ന ശിവയെ നോക്കി കളിയോടെ അവൻ ചോദിച്ചു. ഏയ്, അതൊന്നുമില്ല സാർ, ഞാൻ വെറുതെ നോക്കിയതാ. അതെന്നാ വിളിയാടോ ശിവേ സാറെന്ന്? തൻ്റെ കെട്ടിയോൻ്റെ ഏട്ടനാ ഞാൻ. അപ്പോൾ വല്യേട്ടൻ എന്ന് നീട്ടി വിളിക്കണം എന്നെ. എന്തേ, ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ വിളിക്കാൻ? ഏയ്, ഞാൻ പെട്ടെന്ന് അങ്ങനെ വിളിക്കാതിരുന്നതാ. ഏട്ടൻ അല്ല വല്യേട്ടനാണ് എൻ്റെയും, അവൾ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. അനിയുമായുള്ള ആദ്യം കണ്ടുമുട്ടലും സംസാരവും അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഒരു സഹോദരനെ പോലെ അവൾക്ക് ഫീൽ ചെയ്തു അനിയെ. ശിവ അനിയോട് വിശേഷം ചോദിക്കാനും സംസാരിക്കാനും തുടങ്ങി. അപ്പോഴാണ് വൈഭവും മുറിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് വന്നത്. പെട്ടെന്ന് അനിയെ കണ്ടതും വൈഭവ് ഒരു നിമിഷം സ്റ്റക്കായി. അവൻ അനിയെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താടാ ചെക്ക, ഒരു ഹഗ്ഗില്ലേ എനിക്ക്? മുൻപിൽ മിഴിച്ചു നിൽക്കുന്നവനെ നോക്കി കളിയോടെ അനു പറഞ്ഞതും അടുത്ത നിമിഷം വൈഭവ് മുന്നോട്ട് ചെന്നവനെ ഇറുക്കി പുണർന്നു. ഏട്ടാ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അനിയുടെ തോളിൽ കിടന്നു വൈഭവ്. ശിവ അതിശയത്തോടെ അത് നോക്കി നിന്നു. അപ്പുവും ആദിയും ജോളിയായി ഇടപെടുമ്പോഴും ഇത്രയ്ക്കൊരു അഫക്ഷനോ സ്നേഹമോ ഡോക്ടർ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചയിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി അവർ ചേട്ടനും അനിയനും തമ്മിലുള്ള ബോണ്ട് എത്ര വലുതാണെന്ന്. തീരത്തെ തൊട്ട് ഓടിപ്പോകുന്ന തിരമാലകളെ ജനൽ വഴി നോക്കി തൻ്റെ മുറിയിലെ കട്ടിലിൽ ചാരിയിരിക്കുകയാണ് ചൈത്ര. രാവിലത്തെ ഷോക്കിൽ നിന്നും ബോധം വന്നപ്പോൾ തന്നെ അനിത അവളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. ഹോസ്പിറ്റലിൽ പോകാൻ അവിടെ എല്ലാവരും അവളെ നിർബന്ധിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. തൻ്റെ മെഡിസിനൊക്കെ കഴിച്ച് കുറച്ചു നേരം കിടന്നു അവൾ. മനസ്സ് മുഴുവൻ കലങ്ങി മറിയുകയായിരുന്നു അവളുടെ. കണ്ണിൽ നിന്ന് ആ മുഖം മാഞ്ഞില്ല. ഒരു കാലത്ത് ഒരുപാട് സ്നേഹിച്ചവൻ, അതുപോലെ തന്നെ ഒരിക്കലും മറക്കാനാകാത്ത വേദന തന്നവൻ. ചൈത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ വലത് കൈ പതിയെ തൻ്റെ ഉദരത്തെ തേടിപ്പോയി. അറിഞ്ഞോ അച്ഛൻ വന്നു കുഞ്ഞെ. അമ്മ കണ്ടു എന്ന്. പക്ഷേ അച്ഛൻ വന്നപ്പോൾ നീ ഇല്ലാതെ പോയല്ലോ വാവേ. ഇരു കൈകൊണ്ടും തൻ്റെ വയറ് പൊത്തിപ്പിടിച്ച് ഏങ്ങി കരഞ്ഞുപോയി ചൈത്ര. അവളുടെ മുറിയിലെ പുറത്തുനിന്ന് അനിത ഇതെല്ലാം കേട്ടിരുന്നു.
വർഷങ്ങൾക്ക് ശേഷമുള്ള അനിരുദ്ധൻ്റെ തിരിച്ചുവരവ് മാണിക്യമംഗലത്ത് എല്ലാവർക്കും വലിയ സന്തോഷമുളവാക്കി. പ്രത്യേകിച്ച് വൈഭവിന്. അനിയുടെ അഭാവം വൈഭവിന് വലിയൊരു വിടവ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അനി വന്നപ്പോൾ മുതൽ വൈഭവും അവനും ഒന്നിച്ചാണ്. കുഞ്ഞേട്ടനും വലിയേട്ടനും തമ്മിൽ 3 വയസ്സിന് വ്യത്യാസമുണ്ട്. എങ്കിലും കൂട്ടുകാരെ പോലെയാ രണ്ടുപേരും. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാത്ത ഒരു സീക്രട്ടുമില്ല രണ്ടെണ്ണത്തിനും. അപ്പു ശിവയോട് പറഞ്ഞു. അവർ രണ്ടുപേരും കൂടി അപ്പുവിൻ്റെ മുറിയിലിരുന്ന് വൈഭവിനെയും അനിരുദ്ധിനെയും പറ്റി സംസാരിക്കുകയായിരുന്നു. അനിയേട്ടനും അല്ല വലിയേട്ടനും ഡോക്ടറെ കൂട്ട് തന്നെയാണെന്ന് തോന്നുന്നു. വന്നപ്പോൾ മുത്തശ്ശിയോടും മുത്തശ്ശനോടും അപ്പമ്മയോടും നമ്മളോടുമൊക്കെ മിണ്ടിയതല്ലാതെ ഇവിടെയുള്ള വേറെ ആരോടും അങ്ങനെ സംസാരിച്ചു കണ്ടില്ല. പിന്നെ ഒരു ഗൗരവമുണ്ടല്ലോ, ആളിച്ചിരി സൈലൻറ്റുമാണ് അല്ലേ? ശിവ ചിരിയോടെ ചോദിച്ചതും അപ്പുവിൻ്റെ മുഖം വാടി. എന്താ അപ്പു, എന്താടാ നിന്റെ മുഖം വാടിയേ? ശിവ അവളെ പിടിച്ചു ചോദിച്ചു. വലിയേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഏട്ടത്തിയമ്മേ. കുഞ്ഞേട്ടന് ചെറുപ്പം മുതലേ എല്ലാവരോടും ഒരു കടുംപിടുത്ത സ്വഭാവമായിരുന്നെങ്കിലും വലിയേട്ടൻ അങ്ങനെയല്ലായിരുന്നു. കോളേജ് കഴിയുന്നതുവരെ ഭയങ്കര ജോളിയായിട്ട് എല്ലാവരോടും കളിതമാശയൊക്കെ പറഞ്ഞ് കൂട്ടായി നടന്ന ആളാ. ഇടയ്ക്ക് ഓഫായി പോകുന്ന കുഞ്ഞേട്ടന് വരെ മെനയ്ക്ക് കൊണ്ടുവരുന്നത് വലിയേട്ടനായിരുന്നു. എന്നിട്ട് പിന്നെ എന്താ ഏട്ടന് സംഭവിച്ചേ? ശിവയ്ക്ക് ആകാംക്ഷയായി. അതൊരു 4-5 വർഷം മുന്നേ വലിയേട്ടൻ MBA ചെയ്യുന്നതിനിടയിൽ ഓഫീസിൻ്റെ ഏതോ ഒരു വർക്ക് ചെയ്യാൻ തമിഴ്നാട്ടിലോ മറ്റോ പോയി. കുറേ നാൾ അവിടെയായിരുന്നു ഏട്ടൻ. പിന്നെ എന്തോ ഉണ്ടായി. അവിടെ നിന്ന് വന്നപ്പോൾ മുതൽ ആരോടും മിണ്ടാണ്ടായി. കുഞ്ഞേട്ടനോട് മാത്രമേ എന്തെങ്കിലും സംസാരിക്കൂ. എപ്പോഴും ഒറ്റയ്ക്കിരിക്കും, സങ്കടപ്പെടും. പിന്നെ ഏട്ടൻ കരയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് വലിയേട്ടൻ അമേരിക്കയിലേക്ക് പോയത്. കുഞ്ഞേട്ടനാ വലിയേട്ടനെ അവിടെ കൊണ്ടാക്കിയത്. കണ്ണെല്ലാം നിറഞ്ഞ് അപ്പു വിഷമത്തോടെ പറഞ്ഞത് കേട്ടതും ശിവയ്ക്കും ഷോക്കായിപ്പോയി. അനിയേട്ടൻ ഇങ്ങനെയൊരു പാസ്റ്റ് അവൾ വിചാരിച്ചതേയില്ല. അന്ന് എന്താ മോളെ ഏട്ടന് സംഭവിച്ചേ? ആരും തിരക്കിയില്ലേ അതിനെപ്പറ്റി? തിരക്കി. കുഞ്ഞേട്ടനും സിദ്ധുവാ അന്ന് ഏട്ടനെന്തോ അപകടം പറ്റി എന്ന് പറഞ്ഞ് അന്വേഷിച്ചു ഏട്ടൻ പോയ സ്ഥലത്തേക്ക് പോയത്. അവർ രണ്ടുപേർക്കും ഒപ്പമാ ഏട്ടൻ തിരികെ തറവാട്ടിലേക്ക് വന്ന്. അന്നൊരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി എന്നല്ലാതെ വലിയേട്ടന് വേറെ എന്താ സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. കുഞ്ഞേട്ടനോട് പിന്നെ ഞങ്ങളത് ചോദിച്ചതുമില്ല. അപ്പോ പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്ക് അറിയാമായിരിക്കും അനിയേട്ടന് എന്താണ് സംഭവിച്ചതെന്ന് ശിവ മനസ്സിലോർത്തു. ആ, അതൊക്കെ പോട്ടെ എൻ്റെ കാന്താരിക്കുട്ടി, ഇനി അതോർത്തിരിക്കണ്ട. ദേ നാളെ എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് ഏട്ടത്തിയുടെ മോളിരുന്ന് മിടുക്കിയായിട്ട് പഠിച്ച് നമുക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കേണ്ടതല്ലേ? അപ്പുവിനെ ചേർത്ത് പിടിച്ച് അവളുടെ കവളെല്ലാം തൂത്തു. നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്ത് ചിരിയോടെ ശിവ പറഞ്ഞു. ഞാൻ ഓക്കെയാണ് ഏട്ടത്തിയമ്മേ. പിന്നെ ഫസ്റ്റ് ക്ലാസ് അതെന്തായാലും ഞാൻ വാങ്ങും. അതേ, ഒരാൾക്ക് ഞാൻ കൊടുത്ത ബെറ്റാ. എൻ്റെ വാശിയാ അത്. ആ കാര്യത്തിൽ എൻ്റെ ഏട്ടത്തിയമ്മ പേടിക്കണ്ട. അപ്പു കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, അതാരപ്പ അങ്ങനെ ഒരാള്? ശിവ ഒറ്റ പിരികമുയർത്തി കുറുമ്പോടെ പറഞ്ഞു. അതൊക്കെ വഴിയേ പറയാം എൻ്റെ ഏട്ടത്തിയമ്മേ. ആദ്യം ഞാൻ +2 പാസ്സായിക്കോട്ടെ. ശിവ ഒന്ന് സൈറ്റ് അടിച്ച് കാണിച്ച് കുറുമ്പോടെ അപ്പുവിന് പറഞ്ഞു. അമ്പടി കള്ളിപ്പൂച്ചേ, അപ്പോൾ നീ ഇത്രയും നാളും കണ്ണടച്ച് പാല് കുടിക്കുന്നുണ്ടല്ലേ കാന്താരി? കൊള്ളാം. ശിവ അവളെ തലയിൽ കൊട്ടി ചിരിയോടെ പറഞ്ഞതും അപ്പു പൊട്ടിച്ചിരിച്ചു. അപ്പുവിനും ആദിക്കും എക്സാം ആയതുകൊണ്ട് പിറ്റേന്ന് വെളുപ്പിനെ തന്നെ ശിവ ഉണർന്നു. അവർക്ക് രണ്ടുപേർക്കും കോഫിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പഠിക്കാനായി എഴുന്നേൽപ്പിച്ചിരുത്തി അവൾ. നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ ഒരു കോഫിയും എടുത്ത് ടെറസിലേക്ക് കയറിയപ്പോഴാണ് അവിടെ നിൽക്കുന്ന അനിയെ അവൾ കണ്ടത്. ആഹാ, ഈ ശീലം വലിയേട്ടനുമുണ്ടോ? സിഗരറ്റ് വലിക്കുന്ന അനിയെ നോക്കി ശിവ ചോദിച്ചു. അവളെ കണ്ടതും അവനൊന്ന് ഞെട്ടി. പിന്നെ കയ്യിലെ സിഗരറ്റ് താഴെ കളഞ്ഞു. കുറച്ച് വർഷമായിട്ട് കൂടെ കൂടിയതായത്. കുറച്ചു നേരം ഇതങ്ങ് ഉള്ളിൽ ചെല്ലുമ്പോൾ ഉള്ളിലെ നീറ്റൽ ഒന്ന് കുറയും. അവനൊരു ചിരിയോടെ പറഞ്ഞതും ശിവ അവനെ വല്ലായ്മയോടെ നോക്കി. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവൾക്കുള്ളിൽ അപ്പോൾ. വിച്ചു ഉറക്കമാണോ? അനി ചോദിച്ചു. ഇന്നലെ രാത്രിയിൽ ഒരു എമർജൻസി കേസ് വന്നെന്ന് പറഞ്ഞ് പോയിട്ട് രാവിലെ 3 മണിയോട് കൂടിയാ വന്നേ, ശിവ പറഞ്ഞു. അവന് പിന്നെ പേഷ്യൻസിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. പണ്ടും അങ്ങനെയാ. അനി അത് പറഞ്ഞതും ശിവയുടെ മുഖം വാടി. അവളുടെ മനസ്സിലേക്ക് വൈഭവ് തൻ്റെ അച്ഛൻ്റെ ജീവൻ വെച്ച് തന്നോട് വിലപേശിയത് ഓർമ്മ വന്നു. മെഡിക്കൽ എത്തിക്സിന് വിരോധമായി അന്ന് തൻ്റെ അച്ഛനോട് അവനാ കടുംകൈ ചെയ്യുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ മോളെ? അനി ചോദിച്ചത് കേട്ടതും ശിവ അവനെ ഞെട്ടി നോക്കി. താനും ഡോക്ടറും തമ്മിലുള്ള കരാർ അനിക്കറിയാമോ എന്നവൾ ഭയപ്പെട്ടു.